ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ മലമ്പുഴ ഡാം വിസിറ്റിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ കോവിഡ് സിറ്റുവേഷനൊക്കെ ആയപ്പോൾ ഡാമെല്ലാം അടച്ചിരുന്നു. അപ്പോൾ ഡാമെല്ലാം റീഓപ്പൺ ആയതിന് ശേഷം ഞങ്ങൾ ഫസ്റ്റായിട്ട് മലമ്പുഴ ഡാമിലൊരു വിസിറ്റ് നടത്തി. അപ്പോൾ ആ വിസിറ്റിനെ കുറിച്ചാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ വീഡിയോസ് എല്ലാം എടുക്കുന്നത് മൊബൈലിലായതുകൊണ്ട് ക്ലാരിറ്റിയിലും അതേപോലെ സ്റ്റെബിലിറ്റിയിലൊക്കെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും, ഞങ്ങളിവിടെ എത്തിയപ്പോൾ ഏകദേശം 12 മണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ സാധാരണ ഇവിടെയെല്ലാം ധാരാളം ആൾക്കാരുണ്ടാവുന്നതാണ്. ഇപ്പോൾ കോവിഡ് സിറ്റുവേഷൻ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ആൾക്കാരെല്ലാം വളരെ കുറവായിരുന്നു. പിന്നെ ടിക്കറ്റ് കൗണ്ടറിലെല്ലാം ഒരാളെ വെച്ചാണ് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി കയറ്റുന്നത്. അതും സാമൂഹിക അകലമൊക്കെ പാലിച്ച് ഓരോരുത്തരെ വെച്ച് അകത്തേക്ക് കയറ്റുന്നു. അതിനുശേഷം നമ്മളുടെ ടെമ്പറേച്ചറൊക്കെ നോക്കിയിട്ടാണ് ഡാമിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ഈ എൻട്രൻസിനെ ധാരാളം പൂക്കളും പച്ചപ്പൊക്കെയാണ്. വളരെ നല്ലൊരു വ്യൂ ആണ്, നന്നായി മെയിൻ്റെനൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി വ്യൂസും കൂടി കാണാം. ലാസ്റ്റ് ടൈം ഞങ്ങളിവിടെ വന്നപ്പോൾ തന്നെ കമ്പയർ ചെയ്യുമ്പോൾ ആൾക്കാരെല്ലാം വളരെ കുറവാണ്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് സെറ്റ് ആൾക്കാരെ കണ്ടത് ഈ മിൽമയുടെ അടുത്തെത്തിയപ്പോഴാണ്. അപ്പോൾ ബാക്കിയെല്ലാം ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുട്ടികൾക്കുള്ള പാർക്കിലൊന്നും ആരും ഇപ്പോൾ കളിക്കുന്നില്ല. മേ ബി ഈ കോവിഡ് ആയതുകൊണ്ടായിരിക്കും, ആരും അങ്ങനെ മിങ്കിൾ ചെയ്യേണ്ടെന്ന് ഇതുകൊണ്ടായിരിക്കും ചിലപ്പോൾ കുട്ടികളെ ഒന്നും അങ്ങോട്ട് വിടുകയോ അവിടെ ആരും കളിക്കുന്നതൊന്നും കണ്ടിട്ടില്ല. പിന്നെ ചിലപ്പോൾ ഉച്ചയായതുകൊണ്ടും ആയിരിക്കാം. പക്ഷേ ബാക്കി ഇൻസൈഡെല്ലാം വളരെ വൃത്തിയായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് നമ്മളുടെ മലമ്പുഴ ഡാമിൽ. മലമ്പുഴ ഡാമിൻ്റെ ഒരു ഹിസ്റ്ററി പറയുകയാണെങ്കിൽ, അതായത് നമ്മൾ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം 1949 മാർച്ചിലാണ് മലമ്പുഴ ഡാമിൻ്റെ കൺസ്ട്രക്ഷൻ വർക്ക് തുടങ്ങുന്നത്. അപ്പോൾ അന്നത്തെ ഒരു റെക്കോർഡ് ടൈമിലാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ വർക്ക് തീർന്ന് 1955 ഒക്ടോബർ 9 ഇത് ഇനാഗുറേറ്റ് ചെയ്തത്. അപ്പോൾ അതിനുശേഷം ധാരാളം മെയിൻ്റനൻസ് വർക്കുകളൊക്കെ നടന്നു. അപ്പോൾ ഇപ്പോൾ ഈ കാണുന്ന റോപ്പ് വേ 1991, അതായത് ഇപ്പോൾ ഏകദേശം 29 വർഷം മുൻപാണ് ഈ റോപ്പ് വേ ഇവിടെ ഓപ്പറേഷൻ ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരനാണ് ഇത് ഇനാഗുറേറ്റൊക്കെ ചെയ്തത്. ഇപ്പോഴും ഇത് നല്ല വർക്കിംഗ് കണ്ടീഷനാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ അന്നത്തെ മദ്രാസ് ഗവൺമെൻറ് 1955 ഈ ഡാം ഇനാഗുറേറ്റ് ചെയ്തതിൻ്റെ ശിലാസ്ഥാപനമാണ് നമ്മളിപ്പോൾ അവിടെ കണ്ടത്. അപ്പോൾ ബാക്കിയെല്ലാം ഇപ്പോൾ നോക്കുമ്പോൾ കുറേ മെയിൻ്റനൻസ് വർക്ക് നടക്കുന്നുണ്ട്. ഇതെല്ലാം സാധാരണ രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ, അതായത് നമ്മളൊരു മഴക്കാലമൊക്കെ കഴിഞ്ഞതിന് ശേഷം കണ്ടു കഴിഞ്ഞാൽ റൂപ്പയിൽ കാണാൻ വളരെ ഭംഗിയായൊരു വ്യൂ ആണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഡാമിൻ്റെ ആ ടോപ്പിലാണ്. അപ്പോൾ ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാലും കാണാൻ നല്ലൊരു വ്യൂ ആണ്. അപ്പോൾ ഇതിനേക്കാൾ വളരെ മനോഹരമായൊരു വ്യൂ ആണ് റോപ്പ് വേയിൽ കൂടെ നമുക്ക് കാണാൻ പറ്റുക. ഞങ്ങൾ റോപ്പ് വേ കയറാൻ വേണ്ടി ഒന്ന് ശ്രമം നടത്തി. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം ഏകദേശം കഴിഞ്ഞു പോയി. അവരുടെ ലഞ്ച് ബ്രേക്ക് ആയിരുന്നു. പിന്നെ ടിക്കറ്റ് എടുക്കണമെങ്കിൽ നമുക്ക് പുറത്ത് പോയി, അതായത് കാറൊക്കെ പാർക്ക് ചെയ്യുന്ന ആ ഒരു ലൊക്കേഷനിൽ വെച്ചിട്ട് വേണം നമുക്ക് റോപ്പ് വേക്കുള്ള ടിക്കറ്റ് എടുക്കാൻ. അപ്പോൾ ഞങ്ങൾ ഇത്തവണ റോപ്പ് വേയിൽ കയറേണ്ടതെന്ന് കരുതി. അപ്പോൾ ഇവിടെ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം റോപ്പ് വേയിൽ പോകുമ്പോൾ കാണുന്ന ആ ഒരു വ്യൂ തന്നെ നമുക്ക് ഈ ഡാമിൻ്റെ ടോപ്പിൽ നിന്ന് തന്നെ കിട്ടുന്നത്. മൊത്തം ഓൾമോസ്റ്റ് ഒരു ഫുൾ കവറേജ്, നമുക്ക് ഡാമിൻ്റെ ഫുൾ കവറേജ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നതാണ്. അപ്പോൾ ഈ ടോപ്പത്തെ വ്യൂകൾ നമ്മുടെ മറ്റേ എൻ്റെ കൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം നമ്മളുടെ കേരളത്തിൻ്റെ സ്റ്റാച്യു ഓഫ് ലിബർട്ടി, അതേപോലെ യക്ഷി പ്രതിമ. ഇതെല്ലാം മലമ്പുഴ ഡാമിൻ്റെ ഫേമസ് ആണ് യക്ഷി പ്രതിമ. ഇതൊക്കെ ഇപ്പോൾ റീസെൻ്റ്ലി കുറേ വാർത്തകളിലൊക്കെ നിറഞ്ഞു വന്നതാണ് യക്ഷി പ്രതിമയൊക്കെ. അപ്പോൾ ഇതിവിടുത്തെ ഒരു മെയിൻ വ്യൂ ആണ്. ഇവിടുത്തെ ശില്പങ്ങളും, അതായത് ഓരോ ഗാർഡൻ, അതായത് മലമ്പുഴയ്ക്കുള്ളിലുള്ള ഓരോ ഗാർഡനും ആ പ്രതിമകൾ നിൽക്കുന്നത് അതിൻ്റെ പേരിലാണ് പലതും അറിയപ്പെടുന്നത്. പിന്നെ ഇവിടെ 2 തൂക്കുപാലങ്ങളുണ്ട്. അപ്പോൾ അതിലൊന്നു കൂടെ ഞങ്ങൾ കയറി ഇറങ്ങി. അതിൽ നിന്നും നല്ലൊരു വ്യൂ ആണ്. ഇപ്പോൾ തൂക്കുപാലത്തിൽ നിന്ന് ആ ഡാമിലേക്ക് വെള്ളച്ചാട്ടം കാണാനൊക്കെ നല്ലൊരു വ്യൂ ആണ്. ഇത്
കൂടാതെ ധാരാളം മറ്റു വ്യൂകളും മലമ്പുഴ ഡാമിനെ ചുറ്റിപ്പറ്റിയിട്ടുണ്ട്. അതായത് സ്നേക്ക് പാർക്ക്, അതുപോലെ അക്വേറിയം, ഇങ്ങനെ മറ്റ് ഗാർഡനുകൾ, ഇങ്ങനെ ഒരുപാട് വ്യൂസും കൂടിയുണ്ട്. പക്ഷേ ഈ വീഡിയോയിൽ മൊത്തം കവർ ചെയ്യാൻ പറ്റുന്നില്ല. അതെല്ലാം നമ്മൾ മറ്റൊരു വീഡിയോയിൽ കവർ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക് യു എവരിവൺ.